ഇവിടുത്തെ യുവാക്കൾക്കും അതുപോലത്തെ വിദ്യാർത്ഥികൾക്കും കളിച്ചു വളരാനുള്ള ഒരു കളിക്കളം ഇവിടെ സജ്ജമായിരിക്കുകയാണ്. നമ്മുടെ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മറ്റു ലഹരികൾക്ക് എതിരായുള്ള വലിയൊരു മുന്നേറ്റമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ. കളിക്കളം എന്നൊരു ആശയം അവർ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മളത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വാർഡ് മെമ്പറായി അധികാരമേറ്റ് 1 മാസം തികയും മുൻപേ വാർഡിലെ യുവാക്കളുടെ സ്വപ്നമായ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കി നൽകിയിരിക്കുകയാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ 24ാം വാർഡ് മെമ്പറായ ആറങ്ങോടൻ മുഹമ്മദ് അലി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മേക്കരവ് ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് മിനി പ്ലേ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ 24ാം വാർഡ് മെമ്പർ തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്തതായിരുന്നു നാട്ടിലെ കുട്ടികൾക്ക് കളിച്ചു വളരാനായി ഒരു കളിസ്ഥലം. വാർഡ് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്ത് 1 മാസം തികയും മുൻപേ ഇന്നത് യാഥാർത്ഥ്യമാക്കി നൽകി പ്രദേശത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും ഹീറോ ആയി മാറിയിരിക്കുകയാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ 24ാം വാർഡ് മെമ്പറായ ആറങ്ങോടൻ മുഹമ്മദ് അലി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അമ്മിനിക്കാട് മേക്കരവ് ഏരിയ കമ്മിറ്റിയുടെയും കൂടെ സഹകരണത്തോടെയാണ് പ്രദേശത്ത് റാറോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി കളിസ്ഥലം നിർമ്മിച്ചു നൽകിയത്. മിനി പ്ലേ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഹുസൈൻ നിർവഹിച്ചു. അമ്മിനിക്കാട് മേക്കരവിൽ ഇന്ന് ഒരു വലിയ സന്തോഷത്തിന്റെ സുദിനമാണ്. ഇവിടുത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പൊതുജന കൂട്ടായ്മയോടുകൂടി ഇവിടുത്തെ യുവാക്കൾക്കും അതുപോലത്തെ വിദ്യാർത്ഥികൾക്കും കളിച്ചു വളരാനുള്ള ഒരു കളിക്കളം ഇവിടെ സജ്ജമായിരിക്കുകയാണ്. അത് ഈ നാട്ടിലെ ആരോഗ്യമുള്ള ഒരു യുവത്വത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെയധികം സഹായകരമാകും. ഇത് ഇവിടെ സംഘടിപ്പിച്ച എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് യുവതയെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ഒക്കെ പിന്തിരിപ്പിക്കുന്നതിന് ഈ സ്പോർട്സാണ് ലഹരി എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ കൂടി ഇതിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധം കൂടിയാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ താഴേക്കോട് പഞ്ചായത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാകും. അത് നമ്മുടെ ഭരണസമിതിയുടെ നയം കൂടിയാണ് എന്നറിയും. ക്ലബിനായി ഒരുക്കിയ ജേഴ്സിയുടെ പ്രകാശനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് നിർവഹിച്ചു. ഈ അമ്മനിക്കാട് മേക്കരവ് പ്രദേശത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഈ ഗ്രൗണ്ടിനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ നേരുകയാണ്. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്പോർട്സ് ആണ് ഏറ്റവും വലിയ ലഹരി. നമ്മുടെ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മറ്റു ലഹരികൾക്ക് എതിരായുള്ള വലിയൊരു മുന്നേറ്റമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ മുഴുവൻ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത്. നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾക്കും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഗ്രൗണ്ടുകൾക്കും കളിസ്ഥലങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട്. അതിൽ അവരെയൊക്കെ നല്ല രീതിയിൽ കായികക്ഷമതയുള്ള യുവാക്കളായിട്ട് യുവത്വം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കി നൽകാനായതിന്റെ സന്തോഷത്തിലാണ് വാർഡ് മെമ്പർ മുഹമ്മദ് അലി. പുതുതായി ആരംഭിച്ച ഈ ഗ്രൗണ്ട് ഇവിടുത്തെ നാട്ടുകാർക്കും മറ്റു കുട്ടികൾക്കും കളിക്കാനുള്ള സൗകര്യം, കളിക്കളം എന്നൊരു ആശയം അവർ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മളത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. കുട്ടികൾ നല്ല നിലയിൽ കളിച്ചു വളർന്ന് ഉന്നതിയിലേക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ നമ്മളെല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. ചടങ്ങിൽ KK ബഷീർ അധ്യക്ഷത വഹിച്ചു. TS റഹീസ്, ഉമ്മർ പടിഞ്ഞാറേതിൽ, EK അഷ്റഫ്, VK നൌഷാദ്, ജാഫർ മാസ്റ്റർ, PC നാസർ, ജാഫർ പഞ്ചലിൽ, ഫൈസൽ ചേരിയിൽ, KN ഹാരിസ്, അബ്ദുറാക്കോഴി, KT അമീർ, അയ്യപ്പൻ വള്ളൂരൻ തൊടി, ഉബൈദ് ആണിയൻ പറമ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.